അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് പിക്സാർട്ട് യൂസ് ചെയ്തിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം മതി. മറ്റ് പല ആപ്പുകളിലാവുമ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കണം. അത് വലിയ റിസ്ക്കിയാണ്. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യുക. ക്രോപ്പ് ഓപ്ഷനിൽ ക്രോപ്സ് എന്നെടുത്താൽ മതി. അതിൽ നമുക്ക് ഒരുപാട് സൈസിൽ കാണും, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് ഏതാണോ ഞാൻ ഇതിലെടുക്കാറ് 3:4 ആണ് കേട്ടോ. ഞാൻ 3:4 ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ബോർഡേഴ്സാണ്. അതും നമ്മൾ സ്റ്റിക്കർ ഓപ്ഷനിലാണ് കേട്ടോ ചൂസ് ചെയ്യാം. ഈ കാണുന്ന സ്റ്റിക്കറിൽ നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് എന്നെടുക്കുക. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തതിലുള്ളതുകൊണ്ട് ഞാൻ അത് ഓപ്ഷൻ ചെയ്തു. ഇതിൽ ഒരുപാട് പലതരം ബോർഡേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു സിമ്പിളായിട്ടാണ് ചെയ്യണത്, കാരണം എനിക്ക് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തപ്പി പിടിച്ചത് ഈ ഒരു ബോർഡറാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിലോട്ട് വേണ്ട ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ഫോട്ടോ എന്നുള്ള ഒരു സൈസിൽ ആ ഒരു ലോഗിൽ വെച്ചിട്ട് ചെയ്യാം. ദെൻ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഫോട്ടോ ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫ്രെയിം ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ മെനയില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. എനിക്ക് അതിൽ കാണുന്ന ആ ഒരു ഹേർട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ ഫ്ലവേഴ്സ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഒരുപാട് ഫ്ലവർ ഉണ്ട്, പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഹെവി ആയിട്ട്, സിംപിളി ആയിട്ട്, അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പിൽ പല ഫ്ലവേഴ്സും ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു സിമ്പിളായതുകൊണ്ടും പിന്നെ എനിക്ക് ആരും കസ്റ്റമൈസ് ചെയ്യാനില്ലല്ലോ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഫ്ലവർ ചൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് ചൂസ് ചെയ്തത്, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അത് ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേൻ്റെ വിഷ് വേണം, അല്ലെങ്കിൽ ആനിവേഴ്സറി ആണെങ്കിൽ ആനിവേഴ്സറിൻ്റെ വിഷ് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. ഞാൻ നേരെ സ്റ്റിക്കറിൽ, അതും ഞാൻ സ്റ്റിക്കറാണ് കേട്ടോ, കാരണം എനിക്ക് അതിലത്തെ ടൈപ്പ് ഫോണ്ട് അത്ര കണ്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ചിലത് കിട്ടും, ചിലത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ ടൈപ്പിൽ തന്നെയാണ് കേട്ടോ, ടെക്സ്റ്റിൽ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ വീണ്ടും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് സ്റ്റിക്കറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഫോണ്ട് കിട്ടി. അങ്ങനെ പലതരം ഫോണ്ടും സ്റ്റിക്കേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ ഒരു ഫോണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് കേട്ടോ A5, A3, മിനി ഫ്രെയിം എല്ലാം ചെയ്യാം. സൈസ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഡൗൺലോഡ് ബട്ടൺ, മേലെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നേരെ ഗാലറിയിലോട്ട് എത്തുന്നതാണ്.